അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇസ്ലാം 1ാം ഭാഗത്തിലെ 17ാമത്തെ പാഠം അൽ മവദ്ദത്തു ഫിൽ ഖുർബ എന്ന പാഠം ഇൻഷാ അല്ലാഹ് നമുക്ക് വായിക്കാം. പ്രവാചക കുടുംബത്തെ സ്നേഹിക്കുക. അൽ മവദ്ദത്തു ഫിൽ ഖുർബ എന്നാൽ പ്രവാചക കുടുംബത്തെ സ്നേഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു. അവരുടെ സന്താനങ്ങളിൽ നിന്ന് ബനൂ കിനാനയെ തിരഞ്ഞെടുത്തു. ബനൂ കിനാനയിൽ നിന്ന് ഖുറൈശിനെ തിരഞ്ഞെടുത്തു. ഖുറൈശിയിൽ നിന്ന് ബനൂ ഹാഷിമിനെ തിരഞ്ഞെടുത്തു. ബനൂ ഹാഷിമിൽ നിന്ന് എന്നെ തിരഞ്ഞെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പര ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൽ നിന്ന് വന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് ആരെ തിരഞ്ഞെടുത്തു? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൽ നിന്ന് അവരുടെ സന്താനം എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ സന്താനങ്ങളിൽ നിന്ന് ബനൂ കിനാനയെ എന്ത് ചെയ്തു? തിരഞ്ഞെടുത്തു. ബനൂ കിനാനയിൽ നിന്ന് ഖുറൈശിനെ തിരഞ്ഞെടുത്തു. അങ്ങനെ ഖുറൈശിയിൽ നിന്ന് ബനൂ ഹാഷിമിനെ തിരഞ്ഞെടുത്തു. ആ ബനൂ ഹാഷിമിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല എന്ത് ചെയ്തത്? തിരഞ്ഞെടുത്തത്. ബനൂ ഹാഷിമിലെ പ്രമുഖനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള എന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പ. ഖുറൈശ് ഗോത്രത്തിൽപ്പെട്ട വഹബിൻ്റെ മകൾ ആമിന ബീവിയാണ് ഉമ്മ. അപ്പം നബീൻ്റെ ഉപ്പാനെക്കുറിച്ചും പറഞ്ഞു, ഉമ്മാനെക്കുറിച്ചും പറഞ്ഞു. ബനൂ ഹാഷിമിലെ പ്രമുഖനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അബ്ദുള്ള എന്നിവർ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പ. ഖുറൈശി ഗോത്രത്തിൽപ്പെട്ട വഹബിൻ്റെ മകൾ ആമിന ബീവിയാണ് ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 20 ഉപ്പമാരുടെ പേരുകൾ പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. അവർ താഴെ പറയുന്നവയാണ്: അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാഷിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈ കിലാബും മുറത്തുൻ കഅബുൽ ലുഐ ഗാലിബ് ഫിഹ്റും മാലികുൻ നളുറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു സുമ്മ മുളറുൻകും മുദ്രിക നിസാറുഹും അദ്ദുഹും അദ്നാനു തർതീബുഹും ആതാ ബിത്തിബിയാനു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പമാരുടെ വല്യപ്പമാരുടെ പാപ്പമാരുടെ പേരുകളാണ് അവർ പറഞ്ഞത്. അബൂഹു അബ്ദുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാന അബ്ദുള്ള എന്നവരാണ്. പിന്നെ വല്യപ്പമാരുടെ പേരുണ്ടാണ് അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്. ഇവരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യപ്പമാരാണ്. ഈ മുൻതസിബ് എന്നുള്ളത് പേരല്ല, അത് ഇങ്ങനെയാണ് കുടുംബ പരമ്പര ചേരുന്നത് എന്ന് ബൈത്തിനോട് യോജിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു വാക്കാണ്. മുൻതസിബ് പറഞ്ഞാൽ ഇങ്ങനെയാണ് കുടുംബ പരമ്പര വന്ന് ചേരുന്നത്. ഇനി ഉപ്പമാരെ ഖുസൈ, കിലാബ്, മുറത്ത്, കഅബ്, ലുഐ, ഗാലിബ്, ഫിഹ്ർ, മാലിക്, നളർ. ഇതൊക്കെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരാണ്. ആദ്യം പറഞ്ഞ് നമ്മൾ അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്. ഫസ്റ്റ് വരിയിൽ 3 പേര്: അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്. പിന്നെ ഖുസൈ, കിലാബ്, മുറത്ത്, കഅബ്, ലുഐ, ഗാലിബ്, ഫിഹ്ർ, മാലിക്, നളർ. ഇതൊക്കെ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേരാണ്. ഉഖൈ എന്ന് പറഞ്ഞാൽ സഹോദര. അതൊക്കെ നബി തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പേരാണ്, സഹോദര എന്നുള്ളതിനാണ് ആ ഉഖൈ എന്നത് അവിടെ കൊടുത്തതല്ല. ഉഖൈ എന്തല്ല, നബി തങ്ങളുടെ ഉപ്പമാരുടെ പേരല്ല. അപ്പം അബ്ദുൽ മുത്തലിബ് 1, ഹാഷിം 2, അബ്ദു മനാഫ് 3, ഖുസൈ 4, പിന്നെ കിലാബ് 5, മുറത്ത് 6, കഅബ് 7, ലുഐ 8, ഗാലിബ് 9, ഫിഹ്ർ 10, മാലിക് 11, നളർ 12. ആ 12 വല്യപ്പമാരുടെ പേരുകൾ ഇപ്പോൾ 2 വരിയിലായിട്ട് പറഞ്ഞു. ഇനി ബാക്കിയുള്ളത് പറയുന്നു: കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു സുമ്മ മുളറുൻകും മുദ്രിക. കിനാന കിനാനയാണ്, ഖുസൈമയാണ്, മുദ്രിക്കയാണ്, ഇല്യാസ്, സുമ്മ മുളർ. സുമ്മ എന്നുള്ളത് പിന്നെ മുളർ എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരാണ്. കുൻമുദ്രിക, ഇവരെ നീ മനസ്സിലാക്കിക്കോ. കുൻമുദ്രിക എന്നാൽ ഇവരെ നീ മനസ്സിലാക്കിക്കോ. അപ്പോൾ 12 പേരല്ല നമ്മൾ എണ്ണിയത്. 13 കിനാന, 14 ഖുസൈമ, 15 മുദ്രിക, 16 ഇല്യാസ്, 17 മുളർ. അങ്ങനെ 17 പേര്. കുൻമുദ്രിക എന്നാൽ ഇവരെ നീ മനസ്സിലാക്കിക്കോ. മുദ്രിക എന്നുള്ള പേരല്ല.
നിസാറുഹും അദ്ദുഹും അദ്നാനു തർത്തീബുഹും താബിഗിത്തിബിയാനു. 18 നിസാറ്, പിന്നെ 19 പിന്നെ മഅദ്, 20 അദ്നാൻ. തർത്തീബുഹും ഇവരുടെ ക്രമം, ഈ ക്രമം ഉണ്ടല്ലോ, അതാബിഹിത്തിബിയാനു അവരുടെ പേരുകളുടെ ക്രമം, ഓർഡർ ഇങ്ങനെയാണ് വിവരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ചരിത്രകാരന്മാർക്കിടയിൽ ഈ ക്രമത്തിൽ എന്തില്ല, ഒരു സംശയവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പമാർക്കിടയിൽ ചരിത്രകാരന്മാർക്കിടയിൽ ഒരു സംശയവും ഇല്ലാത്ത വിധം സ്ഥിരപ്പെട്ടതാണ്. അങ്ങനെ 20 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ കുറിച്ച് പഠിക്കൽ നമുക്ക് നിർബന്ധമാണ്. ആ പേരുകളാണ് ആ ബൈത്തിലൂടെ പറഞ്ഞത്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെയും സന്താനങ്ങളുടെയും പേരുകൾ നാം 3-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. 3-ാം ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെയും സന്താനങ്ങളെക്കുറിച്ചുള്ള പേരുകൾ പഠിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തദ്രീബാത്തിൽ വരുന്നുണ്ട്, അവിടെ ആ പേരുകളൊക്കെ ഉണ്ട്. സയ്യിദന്മാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് സയ്യിദന്മാർ. നമ്മൾ തങ്ങന്മാരെന്ന് പറയുന്നവരുണ്ടല്ലോ, അതൊക്കെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. അവരെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. ചുരുക്കി പറഞ്ഞാൽ തങ്ങന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം, അവരെ ആദരിക്കുകയും വേണം. അവരെ ആദരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നത് പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി, നബി കുടുംബത്തിലൂടെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി, നബി കുടുംബത്തിലൂടെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. അവരോട് മോശമായി പെരുമാറരുത്, അവരോട് മോശമായിട്ട് പെരുമാറുകയും ചെയ്യുന്നു. പ്രമുഖ സ്വഹാബി വര്യനും ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കുന്നതിന് നേതൃത്വം കൊടുത്ത മഹാനുമായ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നബി കുടുംബത്തെ ഇപ്രകാരം ആദരിക്കാൻ ഞങ്ങൾക്ക് കൽപ്പനയുണ്ട്. എങ്ങനെ ബഹുമാനപ്പെട്ട നബി കുടുംബത്തെ എങ്ങനെയാണ് ആദരിക്കേണ്ടതെന്ന് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കാണിച്ചു തരികയാണ്. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൈ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നബി കുടുംബത്തെ ഇപ്രകാരം ആദരിക്കാൻ ഞങ്ങൾക്ക് കൽപ്പനയുണ്ട്. അപ്പോൾ നബി കുടുംബത്തെ നാം എന്ത് ചെയ്യണം? ആദരിക്കണം. തങ്ങന്മാരെ സയ്യിദന്മാരെ നമ്മൾ എന്ത് ചെയ്യണം? ആദരിക്കണം. ഖൈറുൽ അൻസാബി നസബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ഉത്തമമായ കുടുംബ പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാണ്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തദ്രീബാത്ത് നോക്കാം. ഒന്നാമത്തെ നംദു ദറജാത്ത്, ഇവിടെ കുറച്ച് പടികൾ കൊടുത്തിട്ടുണ്ട്. ആ പടികൾ ക്രമപ്രകാരമാക്കണം, സ്റ്റെപ്പുകൾ അത് ക്രമപ്രകാരം എഴുതണം. അതിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്ത ആ റൂട്ട് നമ്മളെ പാഠത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ആ രൂപത്തിൽ എഴുതാനാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൽ നിന്ന് അവിടുത്തെ സന്താന പറയിൽ ഇസ്മായിൽ നബിയെ തിരഞ്ഞെടുത്തു. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ബനു കിനാനിൽ നിന്ന് ഖുറൈശിൽ നിന്ന് ബനു ഹാഷിമിൽ നിന്നും എന്നെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരഞ്ഞെടുത്തു. ഇനി അടുത്ത നെഖറ വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആമിന ബീബി റളിയല്ലാഹു അൻഹ, അബ്ദുല്ലാ റളിയല്ലാഹു അൻഹ, അങ്ങനെ അദ്നാൻ. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മയിലൂടെ എത്തുന്നത് അദ്നാനിലേക്കാണ്. അബ്ദുള്ള എന്ന ഉപ്പയിലൂടെ എത്തുന്ന വല്യപ്പമാരുടെ പരമ്പര എത്തുന്നത് അദ്നാനിലേക്കാണ്. അവിടുന്ന് പിന്നെ ഒരു റൂട്ടിലാണ് പോണത്. അപ്പോൾ നബി തങ്ങളുടെ ഉമ്മാൻ്റെ വെല്ലിപ്പ അദ്നാനിലേക്ക് എത്തുന്നു. നബി തങ്ങളുടെ ഉപ്പയാകുന്ന അബ്ദുള്ള എന്നവരുടെ വെല്ലിപ്പമാരുടെ പരമ്പര ആരിലേക്ക് എത്തുന്നു? അദ്നാനിലേക്ക് എത്തുന്നുണ്ട്. ഇനി അടുത്ത മൂന്നാമത്തെ നെഖറ വനക്തുബ്, വായിച്ച് എഴുതാനാണ്. അബൂഹു നബിയുടെ പിതാവ്, മുൻതസിബ് കുടുംബ പരമ്പര, അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക? കൃത്യമായിട്ട് അപ്പുറത്തേക്ക് 2 കോളങ്ങളും അപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അടുത്ത പേജിലുണ്ട് അതേ രൂപത്തിൽ, അതൊക്കെ കൃത്യമായിട്ട് ആ കോളങ്ങളിലേക്ക് എഴുതുക. ഇനി നാലാമത്തെ നംല ഉൽ ഫറാഖ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. 1 ആമിന ബീവി ഡാഷിൻ്റെ മകളാണ്. ആരുടെ മകളാണ്? വഹബിൻ്റെ മകളാണ്. 2 സയ്യിദന്മാരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ്. 3 സയ്യിദന്മാരെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. 4 സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉസ്താദായിരുന്നു. 5 ഖുർആൻ മുസ്ഹഫ് രൂപത്തിലാക്കുന്നതിന് നേതൃത്വം നൽകിയത് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന മഹാനായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നജീബ് ഉത്തരം എഴുതാനുള്ളത്. 1 നബി കുടുംബത്തെ ആദരിക്കുന്നതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞു?
ആൻസർ ഉർഖുബു മുഹമ്മദൻ ഫി അഹ്ലി ബൈത്തിഹി, നബി കുടുംബത്തിലൂടെ നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക, അവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവരോട് മോശമായി പെരുമാറരുത്. രണ്ടാമത്തത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു അഹ്ലു ബൈത്തിനെ ആദരിച്ചതിൻ്റെ ഉദാഹരണം എഴുതുക. ആൻസർ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ ശിഷ്യനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൈ ചുംബിച്ച് കൊണ്ട് പറഞ്ഞു, നബി കുടുംബത്തെ ഇപ്രകാരം ആദരിക്കാൻ ഞങ്ങൾക്ക് കൽപ്പനയുണ്ട്. ഇനി മൂന്നാമത്തെ നബിയുടെ ഭാര്യമാർ ആരെല്ലാം? ആൻസർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ, സൗദ ബീവി റളിയല്ലാഹു അൻഹ, സഫിയ ബീവി റളിയല്ലാഹു അൻഹ, മൈമൂന ബീവി റളിയല്ലാഹു അൻഹ, റംല റളിയല്ലാഹു അൻഹ, ഹിന്ദ് റളിയല്ലാഹു അൻഹ, സൈനബ് റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരുടെ പേര്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്താനങ്ങൾ ആരെല്ലാം? സൈനബ് റളിയല്ലാഹു അൻഹ, റുഖയ്യ റളിയല്ലാഹു അൻഹ, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ, ഖാസിം റളിയല്ലാഹു അൻഹു, അബ്ദുല്ല റളിയല്ലാഹു അൻഹു, ഇബ്രാഹിം റളിയല്ലാഹു അൻഹും. ഇങ്ങനെ 3 ആൺമക്കളും 4 പെൺമക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കൾ. ഇൻഷാ അല്ലാഹ് ഇതോടെ തദ്രീബാത്ത് കഴിഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ കുടുംബത്തെയും ആദരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് നമ്മളെ അല്ലാഹു തആല ഇരു ലോകത്തും വിജയിപ്പിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.